കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച കരുണയുടെ ആധിക്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആർക്കും വീണ്ടെടുക്കുവാൻ കഴിയാതിരുന്ന മാനവജാതിയെ വീണ്ടെടുക്കുവാൻ തൻ്റെ ഏകജാതനെ ക്രൂശിൽ തകർത്ത് കളവാൻ പ്രസാദിച്ച പിതാവായ ദൈവത്തിന് സ്തോത്രം, സ്തുതി, മഹത്വം ഉണ്ടാകട്ടെ. തൻ്റെ പ്രാണനെ നമുക്കൊക്കെ വേണ്ടി മറുവിലയായി വെച്ച് തന്ന തൻ്റെ പ്രത്യക്ഷതയാൽ, തൻ്റെ ക്രൂശ് മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കുകയും ജീവനും അക്ഷയതയും കൊണ്ടുവരികയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. നാം ഒരുമിച്ച് കർത്തൃസന്നിധിയിലേക്ക് ദൈവവചന പഠനത്തിനായിട്ട് അടുത്തു വരുന്നു. ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇൻ്റർനെറ്റിൻ്റെ ചെറിയ പ്രയാസം ഉണ്ടായതിൽ ക്ഷമായാചന നടത്തുന്നു. അല്പം ബുദ്ധിമുട്ട് ഉണ്ടായി, വീഡിയോ ഇല്ലാതെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു. അല്പം ശബ്ദത്തിനും വലിവും ഒക്കെ വന്നു കാണും. നമ്മൾ ഇന്നലെ മിനിയാന്ന് മുതൽ ചിന്തിക്കുവാൻ തുടങ്ങിയത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവസ്വരൂപത്തെക്കുറിച്ചും ദൈവസാദൃശ്യത്തെക്കുറിച്ചുമാണ്. അതിനാധാരം എബ്രായ ലേഖനം 2-ാം അധ്യായം 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ തന്നെയാണ്. നമ്മൾ അവിടെ പഠിച്ചു വരുന്നത് പോലെ സാധാരണ മനുഷ്യനെ കുറിച്ചാണ് ആ ഭാഗത്ത് പറയുന്നത്. ദൈവത്തെക്കാൾ അല്പം മാത്രം മനുഷ്യനെ താഴ്ത്തി, എബ്രായ ലേഖനത്തിൽ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന ധ്വനിയാണുള്ളത്. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. ദൈവത്തിന്റെ സകല പ്രവൃത്തികൾ നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് നമുക്ക് വരേണ്ട ആവശ്യം ഇല്ലെങ്കിലും ദൈവ സ്വരൂപത്തെയും ദൈവസാദൃശ്യത്തെയും സംബന്ധിക്കുന്നതാണ്. ദൈവസ്വരൂപത്തെയും ദൈവസാദൃശ്യത്തെയും സംബന്ധിക്കുന്നതാണ്. ആ ദൈവസ്വരൂപവും സാദൃശ്യവും എന്തല്ല എന്ന ഒരു പഠനത്തിലാണ് നമ്മളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ നമ്മൾ പഠിച്ചത് ദൈവസ്വരൂപം എന്തല്ല എന്നുള്ളതാണ്. അതിൽ നമ്മൾ കണ്ടു, ആത്മരൂപിയായ ദൈവത്തിൻ്റെ സ്വരൂപം God created man in his own image and likeness. It's far beyond a physical image. നമ്മളതിനെ സംബന്ധിച്ച് ഇന്നലെ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് യേശുക്രിസ്തു 24-ാം വാക്യത്തിൽ ശമരിയ സ്ത്രീയോട് പറഞ്ഞ കാര്യം കണ്ടു. ദൈവം ആത്മാവാകുന്നു. നമ്മൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ പോയി കാണുകയുണ്ടായി. മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നു, ദൈവം പർവ്വതത്തിൽ അഗ്നിജ്വാലയിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ അവൻ്റെ ശബ്ദം കേട്ടു, പക്ഷേ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് ദൈവം അവിടെ കൽപ്പിച്ചു, അങ്ങ് മീതെ ആകാശത്തിലോ
ഭൂമിയിലോ ഭൂമിക്ക് കീഴെയോ വെള്ളത്തിലോ ഒന്നുമുള്ള യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ, പ്രതിമകൾ ഉണ്ടാക്കരുത്. കാരണം അവയെ ഒന്നിനെയും ദൈവത്തോട് ഉപമിക്കുവാൻ സാധ്യമല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പാപം ദൈവത്വത്തിനെതിരായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ കാണുകയുണ്ടായി. ഓക്കെ, അവിടെ നമ്മൾ കണ്ടത് മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യർ ദൈവത്വത്തിനെതിരായിട്ട് ചെയ്ത ഏറ്റവും വലിയ പാപമായിട്ട് അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു എന്നുള്ള വസ്തുതയാണ്. ഓക്കെ, ഒരു പ്രാർത്ഥനയ്ക്കുള്ള വിഷയമുണ്ട്, അത് ഒടുവിൽ ഞാൻ ഓർപ്പിക്കാം. അപ്പോൾ ദൈവത്വത്തിനെതിരായിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ പാപമായിട്ട് നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ മഹത്വത്തെ മനുഷ്യൻ ക്ഷയമുള്ള സൃഷ്ടികളോട് ഉപമിച്ച് ചിന്തിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വെച്ചു എന്നുള്ളതാണ്. ചോദ്യം ഫേസ് ടു ഫേസ് കാണുന്നു എന്നുള്ളത് അവിടെ പറയുന്നല്ലോ എന്നുള്ളതാണ്. ഞാൻ ഇനി അങ്ങ് ഇറങ്ങും ഈ സമയം. ഫേസ് ടു ഫേസ് എന്നുള്ളത് ദൈവത്തെ കണ്ടു എന്നല്ല എന്ന് ഇന്നലെ നമ്മൾ പുറപ്പാട് 33-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ എനിക്ക് നിന്റെ തേജസ് കാണിച്ചു തരണം എന്ന് മോശ ദൈവത്തോട് പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അവിടെ മുഖാമുഖം എന്ന് പറയുന്നതിനർത്ഥം ദൈവസന്നിധിയിൽ മോശയായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ രൂപമോ ഭാവമോ ഒന്നും മോശ കണ്ടില്ല. തേജസ് ആ ഒരു പ്രഭ എന്ന നിലയിൽ കണ്ടിട്ടുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ ആളത്വത്തെ മോശ കണ്ടിട്ടില്ല. അവിടെ മുഖാമുഖം, ഫേസ് ടു ഫേസ് എന്ന് പറയുന്നതിനർത്ഥം നമ്മളിപ്പോൾ കാണുന്നത് പോലെ എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ മോശ ദൈവത്തെ കണ്ടു എന്ന അർത്ഥത്തിലല്ല. എബ്രായ ലേഖനം തന്നെ, നമ്മൾ അതിലേക്ക് പിന്നീട് വരുമെങ്കിൽ കൂടെ, ഈ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ 11-ാമത്തെ അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 27, 27-ാമത്തെ വാക്യം. By faith he left Egypt, not fearing the king's anger. He preserved because he saw him who is invisible. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ. അദൃശ്യനായ, അവിടെ തന്നെ ഉണ്ടല്ലോ അദൃശ്യനായ ദൈവം. അതുപോലെ തന്നെ
അപ്പോസ്തലൻ പൗലോസ് 1 തീമോഥെയോസ് 6:15-16 വാക്യങ്ങളിൽ പറയുന്നു, ദൈവം മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ്. അൺസീൻ ആൻഡ് ഇൻവിസിബിൾ എന്നാണ് നാം Yeah, അവിടെ who alone is immortal and who lives in unapproachable approachable. light, whom no one has seen or can see. Yeah. So unseen and invisible. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, മോശ ഉൾപ്പെടെ. മോശ കാണാൻ ആഗ്രഹിച്ചു. മോശ കാണാൻ ആഗ്രഹിച്ച ആഗ്രഹം ദൈവത്തോട് പറഞ്ഞു. പക്ഷേ ജഡത്തിൽ വസിക്കുന്ന മോശയ്ക്ക് അദ്രവത്വത്തിലും അക്ഷയതയിലും തേജസ്സിലും വസിക്കുന്ന ദൈവത്തെ കാണാൻ ഒക്കത്തില്ല. കണ്ടാൽ മോശ ജീവിച്ചിരിക്കത്തില്ല എന്ന് ദൈവം തന്നെ അവനോട് പറഞ്ഞു. അതുകൊണ്ട് ഫേസ് ടു ഫേസ് എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ രൂപം കണ്ടു എന്നല്ല, ദൈവ സാന്നിധ്യത്തിൽ അവരൊരുമിച്ച് വസിച്ചു എന്നുള്ളതാണ്. ഇന്നലെ ഇൻ്റർനെറ്റിൻ്റെ പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് സംസാരിച്ചതുപോലെ, ഇല്ലെങ്കിൽ നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു, അപ്പോഴും നിങ്ങളിൽ പലരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷെ എന്നെ കാണുന്നില്ല, ശബ്ദം കേൾക്കാം. അപ്പം ഞാൻ ആ ഒരു കറുത്ത സാധനത്തിന് പുറകിലുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരുന്നു, പക്ഷെ എന്നെ കാണുന്നില്ല. അതുപോലെ അത് ആ ഉദാഹരണമൊന്നും പറ്റുന്നതല്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പം അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്തോത്രം. അതുപോലെ ദൈവവും മോശയും വളരെ അടുത്തടുത്തിരുന്നു, സംസാരിച്ചു. ഇടനിലക്കാരില്ലാതെ അവർക്ക് തമ്മിൽ സംസാരിക്കാനായിട്ട് സാധിച്ചു. കൂടാതെ ഇസ്രായേൽ മക്കളോട് ദൈവം സംസാരിച്ചത് മധ്യസ്ഥനിലൂടെയാണ്, മോശ എന്ന മധ്യസ്ഥനിലൂടെ. എന്നാൽ മോശയോട് ദൈവം സംസാരിച്ചത് മധ്യസ്ഥന്മാർ ഇല്ലാതെയാണ്. അതാണ് അവിടുത്തെ മുഖാമുഖം കണ്ടു സംസാരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. സംഖ്യാപുസ്തകത്തിലെ ഒരു വാക്യമാണ് ഈ ചോദ്യത്തിന് ആധാരമായിട്ട് ഉള്ളത്. സംഖ്യ 12:8 വാക്യം, നമ്പേഴ്സ് 12:8. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചത്. അത് വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപമെന്നോ സാദൃശ്യമെന്നോ പറയുന്നത് ആദാമിൻ്റെയോ അല്ലെ മനുഷ്യരുടെയോ ഭൗതികമായ ശരീരമല്ല എന്ന് നമ്മൾ കണ്ടു. കാരണം ദൈവം ആത്മാവാണ്. ദൈവത്തിന് ഒരു സ്ഥൂലമായ ശരീരം ഇല്ല. മെറ്റീരിയൽ, ഫിസിക്കൽ, മോർട്ടൽ ബോഡി ദൈവത്തിന് ഇല്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഭൗതിക ശരീരമല്ല അത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഒരു നിമിഷത്തേക്ക് തിരിച്ചു തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവസ്വരൂപം എന്നത് ഭൗതിക ശരീരം ഉൾപ്പെടുന്നതാണ് എന്ന് തന്നെ നമുക്കങ്ങ് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഉള്ള ഒരു സാധ്യതയാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് ദൈവസ്വരൂപം എന്നത് ഭൗതികമോ ശാരീരികമോ ആയതല്ല. കാരണം ദൈവത്തിന് നമ്മുടേതുപോലെ ഒരു ഭൗമ ശരീരം ഇല്ല, ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ദൈവസ്വരൂപം എന്നത് ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതമല്ല.
എന്നാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം, ഇതും കൂടെ കഴിഞ്ഞിട്ടേ ആ ദൈവസ്വരൂപത്തിന്റെ ശരിയായ സാധ്യതകളിലേക്ക് നമ്മൾ വരും. ഇന്ന് നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ കാര്യം എന്നത്, ദൈവസ്വരൂപം എന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ദൈവസ്വരൂപം എന്നത് ഭൗതിക ദേഹം ആണ് എന്ന് തന്നെ വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന് സാധ്യത? അതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അന്നില്ലാതിരുന്ന ചിലര് ഇക്കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് ഒന്നും കൂടെ ആ കാര്യം പറയാം. ആവർത്തിക്കുന്നു, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ആ സ്വരൂപവും സാദൃശ്യവും ബാഹ്യവും ഭൗമ ശാരീരികവും ആണ് എന്ന് വച്ചാൽ അതെന്ത്? അതിനുള്ള വിശദീകരണം എന്ത്? നമ്മളതിലെ ചില ഭാഗങ്ങൾ ഇന്നലെയും പറഞ്ഞു വിട്ടതാണ്, അതുകൊണ്ട് പെട്ടെന്നത് മനസ്സിലാകും. അതിൽ പണ്ടും നമ്മൾ ഉന്നയിച്ച ഒരു ചോദ്യം കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരുപക്ഷെ എളുപ്പമായി വന്നേക്കാം. അതായത്, യേശുക്രിസ്തുവിൻ്റെ ജഡധാരണവുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം, അവിടെയാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. യേശുക്രിസ്തു ആദാമ്യ വർഗത്തിലെ മനുഷ്യന്റെ സാദൃശ്യത്തിൽ വന്നോ, അതോ ആദാം, ഒന്നാം മനുഷ്യനായ ആദാം യേശുക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടുവോ? യേശുക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എടുക്കാനിരിക്കുന്ന ശരീരത്തിന്റെ സാദൃശ്യത്തിൽ. കാരണം നമ്മൾ ആദ്യത്തെ ദിവസം മിനിയാന്ന് തന്നെ കണ്ടു, ദൈവം യേശുക്രിസ്തുവിന് ഒരു ശരീരം ഒരുക്കിയിരുന്നു. നമ്മൾ ആദ്യ ദിവസം കണ്ടതാണല്ലോ, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതും മനുഷ്യനെ വീണ്ടെടുക്കുന്നതുമെല്ലാം അനാദിയിൽ തന്നെ ക്രമീകരിച്ചു വെച്ച പദ്ധതികളാണെന്ന്. അപ്പോൾ അനാദിയിൽ തന്നെ ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചപ്പോൾ ഉള്ള യേശുക്രിസ്തുവിൻ്റെ ഒരു ശരീരം ഒരുക്കിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോഴാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. യേശുക്രിസ്തു ആദാമ്യ വർഗത്തിലെ മനുഷ്യന്റെ രൂപസാദൃശ്യത്തിൽ വന്നുവോ, അതോ ഒന്നാം മനുഷ്യനായ ആദാം യേശുക്രിസ്തുവിന്റെ രൂപസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടുവോ? യേശുക്രിസ്തുവിന്റെ രൂപസാദൃശ്യത്തിൽ ആദാം സൃഷ്ടിക്കപ്പെട്ടു. എതിരഭിപ്രായം വല്ലതും ഉണ്ടെങ്കിലും പറയാം കേട്ടോ. ജോച്ചായൻ പറഞ്ഞതാണ് ശരി. നോക്കാം. റോമാലേഖനം 5:14 വാക്യം. റോമൻസ് 5:14. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി മതി. അവിടെ എന്താ നമ്മൾ കാണുന്നേ? ആരുടെ രൂപത്തിൽ എന്നാ? വരുവാനുള്ള പ്രതിരൂപ ആദാമിന്റെ ആദാം. ആരുടെ രൂപത്തിൽ? വരുവാനുള്ളവന്റെ പ്രതിരൂപം. അതാ ആരുടെ എന്നാ ചോദിച്ചേ? Adam and Jesus likeness. Yes. Who is a type of him who was to come. Yes. Who was to come is Jesus Christ. വരുവാനുള്ളവൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച്.
അപ്പോൾ ആദമിനെ ദൈവം സൃഷ്ടിക്കുന്നത് ആരുടെ രൂപത്തിലാണ്, അല്ലെങ്കിൽ പ്രതിബിംബമായിട്ടാണ്? യേശുവിന്റെ പ്രതിരൂപം. യേശുവിൻ്റെ, വരുവാനുള്ളവന്റെ. യേശുവിൻ്റെ എന്ന് പറയുമ്പോൾ ജഡശരീരം എടുക്കുന്ന യേശു. അതെ, എബ്രായർ 10:5 വാക്യം, ഹീബ്രൂസ് 10:5. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. യേശുക്രിസ്തു ദാവീദ് രാജാവ് പാടിയ സങ്കീർത്തനമാണിത്, 40-ാം സങ്കീർത്തനം. എന്നാൽ ദാവീദ് പ്രവാചകനായിരുന്നു, രാജാവായിരുന്നു. അപ്പോൾ തന്നെ ദാവീദ് പ്രവാചകനുമായിരുന്നു. അപ്പോൾ പ്രവാചകനായ ദാവീദ് പ്രവചനാത്മാവിൽ ക്രിസ്തുവിന് പകരമായിട്ട് പാടിയ സംഗതിയാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ 40-ാം സങ്കീർത്തനത്തെ മശിഹാ സങ്കീർത്തനം എന്ന് നാം വിളിക്കുന്നത്. മശിഹാ സങ്കീർത്തനം. അവിടെ ദാവീദാണ് പറയുന്നതെങ്കിലും അത് ക്രിസ്തുവിൻ്റെ പകരക്കാരനായി പ്രവചനാത്മാവിൽ പറഞ്ഞതാണ്. അപ്പോഴാണ് പിതാവിനോട് പുത്രൻ അനാദിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ, കഴിഞ്ഞകാല നിത്യതയിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹനനയാഗവും പാപയാഗവും അങ്ങനെയുള്ള വഴിപാടുകളൊന്നും ദൈവം ഇച്ഛിച്ചില്ല. എന്തിനു വേണ്ടി? മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. പിന്നെ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ആദ്യ ദിവസം മിനിയാന്ന് ചിന്തിച്ചതുപോലെ യേശുക്രിസ്തുവിന് വേണ്ടി ഭൂമിയിൽ വീണ്ടെടുപ്പുകാരനായി വരുമ്പോഴത്തേക്കുള്ള ശരീരത്തിൻ്റെ രൂപകൽപ്പന ദൈവം എപ്പോൾ തന്നെ ചെയ്തിരുന്നു? അനാദിയിൽ തന്നെ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ആദാമിൻ്റെ സൃഷ്ടിക്കും മുമ്പേ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരനായി ഭൂമിയിൽ വരുന്നതിന്, ക്രൂശിൽ മരിക്കുന്നതിന്, മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ധരിക്കുവാനിരിക്കുന്ന ശരീരത്തിൻ്റെ രൂപകൽപ്പനയാണ് ദൈവം അനാദിയിൽ ആദ്യമേ ചെയ്തത്. ആ ശരീരത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ദൈവം നമ്മുടെ പൂർവപിതാവായ ആദമിനെ സൃഷ്ടിക്കുന്നത്. സ്തോത്രം. ആ അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ദൈവസ്വരൂപം എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഭൗതിക ശരീരം ആണ് എന്ന നിലയിൽ തന്നെ ഇങ്ങനെ മനസ്സിലാക്കാം. പറഞ്ഞത് വ്യക്തമാണോ? ആവർത്തിക്കണോ? Yes, Pastor, please make it a little clearer. How can God and Jesus be same? I mean, in that way. This is about the body Jesus would take when he will appear in this world as the Redeemer. In normal language, in his incarnation.
So Jesus was without a body, without a physical body till ഭൂമിയിൽ വരുന്നു. yeah, till Mary conceived him. മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നതുവരെ യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന ശരീരം എങ്ങനെയുള്ള ശരീരമായിരുന്നു? ആത്മരൂപിയായിരുന്നു. ആത്മശരീരമായിരുന്നു. ആത്മശരീരം. ഭൗതിക ശരീരം ഇല്ലായിരുന്നു. ഭൗമശരീരം യേശുവിന് ലഭിച്ചത് എന്നതിനേക്കാൾ യേശു സ്വീകരിച്ചത് നമുക്ക് അവൻ വീണ്ടെടുപ്പുകാരനായി ഭൂമിയിൽ വരുമ്പോഴാണ്. ആ ശരീരം എപ്പോൾ അതിന്റെ രൂപകൽപ്പന നടന്നിരുന്നു? അനാദിയിൽ. അന്ന് രൂപകൽപ്പന ചെയ്തെങ്കിലും ആ ശരീരം യേശുവിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ദിവസം, ഈ വിഷയത്തിന്റെ ആദ്യ ദിവസം മിനിയാന്ന് പഠിച്ചത് എന്ത്? God purposed our redemption in the past eternity. And designing a body, designing a physical material body for the Redeemer also was the part of God's redemptive plan. And that physical material body of the Redeemer was planned even before time began. And according to that body in which Jesus was supposed to manifest, God made Adam. So there is no problem in understanding God and Jesus as the same in this way. യേശുവിനെയും ദൈവത്തെയും തുല്യരല്ല എന്ന് കാണത്തക്ക ഒന്നും ഇവിടെയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്മരൂപികൾ. അതിൽ യേശു മാത്രമാണ് ജഡമെടുത്തത്. ആ ജഡം എടുത്തത് മറിയയുടെ ഉദരത്തിലുരുവാകുമ്പോഴാണ്. എന്നാൽ ആ ജഡത്തിൻ്റെ പ്ലാനിങ്, അതിൻ്റെ പദ്ധതി, അതിൻ്റെ രൂപകൽപ്പന, ഡിസൈനിങ് എപ്പോൾ തന്നെ നടത്തിയിരുന്നു? ലോകസ്ഥാപനത്തിന് മുമ്പേ, അനാദിയിൽ തന്നെ നടത്തിയിരുന്നു. അന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കും മുമ്പ് തന്നെ വീണ്ടെടുപ്പുകാരൻ സ്വീകരിക്കേണ്ട ജഡശരീരത്തിന്റെ രൂപകൽപ്പന ദൈവം നടത്തി. ആ ഡിസൈൻഡ് ബോഡി, ആ രൂപകൽപ്പന നടത്തപ്പെട്ട ശരീരത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ പ്രതിരൂപമായിട്ടാണ് ദൈവം മനുഷ്യനെ, ആദിമ ആദമിനെ തന്നെ സൃഷ്ടിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദൈവസ്വരൂപം എന്നത് നമ്മുടെ ശാരീരിക അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഏക സാധ്യത ഇതാണ്. വ്യക്തമായില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം. സ്തോത്രം. ഓക്കെ, മറ്റാർക്കെങ്കിലും?
ഓക്കെ, സംശയമില്ലല്ലോ. അപ്പോൾ ദൈവസ്വരൂപവും സാദൃശ്യവും ശാരീരികമാണ് എന്ന ഒരു വാദം ഉണ്ടായാൽ അതിൻ്റെ സാധ്യതയാണ് നമ്മൾ ഈ പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന അവസ്ഥയിൽ യാഗമാകുന്നതിന് വേണ്ടി ഒരു ശരീരം ദൈവം പണ്ടേ ഒരുക്കിയിരുന്നു. ആ ശരീരത്തിലാണ് യേശു വെളിപ്പെട്ടത്. ആ ശരീരത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ദൈവസ്വരൂപം ഭൗതികം, ശാരീരികം എന്ന് വച്ചാൽ ഈ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തെങ്കിലും വിശദീകരണം ഈ വിഷയങ്ങളിൽ ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ചോദ്യങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സംശയമില്ല എന്ന് കരുതുന്നു. പക്ഷെ ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ശരി, പറയാം ആൻറ്റി. നാം ഇവിടെ കണ്ടത് ദൈവസ്വരൂപം, ദൈവസാദൃശ്യം എന്നത് ഭൗതികമല്ല എന്നാണ് ആദ്യമേ കണ്ടത്. കാരണം ദൈവത്തിനൊരു ശരീരം ഇല്ല. നമ്മൾ പറയുന്നത് പോലെ നമുക്കുള്ളതുപോലെ ഒരു ശരീരം ഇല്ല. തീർച്ചയായും ദൈവത്തിൻ്റെ കയ്യ്, കാല്, മുഖം, വായ്, മൂക്ക്, കണ്ണ് എന്നൊക്കെ തീർച്ചയായും ബൈബിൾ പറയുന്നുണ്ട്, പരിചയപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങുന്നു. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, അതെന്താ ദൈവത്തിൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങുന്നത്? ആരുടെ മൂക്കിൽ നിന്ന് പുക പോകുന്നതെന്നൊക്കെ നമുക്കറിയാമല്ലോ. അത് വെച്ചുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നത് ദൈവം പുക വലിക്കുന്നതാണോ എന്നറിയാൻ. അപ്പം അത് ഒരു സാദൃശ്യമാണ്, ഒരു സാദൃശ്യമാണ്. യെശയ്യാ 66 അധ്യായത്തിൽ ദൈവം ചോദിക്കുന്നു, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? കാരണം സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. ഇത്രയും വലിപ്പമുള്ള എനിക്ക് വേണ്ടി നിങ്ങൾ പണിയുന്ന ആലയം ഏത് വിധമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഭാവന കാണാൻ കഴിയുന്നത്, എൻ്റെ ദൈവമേ, അങ്ങ് സ്വർഗത്തിൽ സിംഹാസനം ഇട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കാല് ഇങ്ങ് ഭൂമിയിൽ വരെ പതിയുന്നു. അപ്പോൾ എന്തോ ഒരു വലിപ്പമുള്ള ദൈവമാണ്. അത് അക്ഷരീയമാണോ? അല്ല, അത് രൂപകമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കാനാണ്. ദൈവത്തിൻ്റെ എല്ലായിടത്തുമുള്ള സാന്നിധ്യത്തെയും ഭരണത്തെയും കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന നമുക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ. അതുകൊണ്ടാണ് ദൈവത്തിന് കയ്യും കാലും മൂക്കും കണ്ണും പുറവും മുമ്പും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. മോശയോട് ദൈവം പുറപ്പാട് 33 അവസാന വാക്യങ്ങളിൽ പറയുമ്പോൾ, എൻ്റെ മുഖമോ കാണാവതല്ല, ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിൽ ഒളിപ്പിക്കാം, എൻ്റെ കൈകൊണ്ട് നിന്നെ ഞാൻ മറയ്ക്കാം, ഞാൻ പോയി കഴിഞ്ഞിട്ട് എൻ്റെ പിൻഭാഗം നീ കാണും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തോന്നുന്നത് ദൈവത്തിനൊരു ശരീരം ഉണ്ട് എന്നാണ്. എന്നാൽ ഇല്ല എന്ന് ദൈവമാത്മാവ് എന്ന നിലയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
പിന്നെ ഈ പറയപ്പെടുന്നതെല്ലാം നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈബിൾ എഴുതപ്പെട്ട ഭാഷയ്ക്ക് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ വേദപഠിതാക്കൾ വിളിക്കുന്ന ഒരു പേരാണ് ആന്ത്രോപോമോർഫിക്കൽ ലാംഗ്വേജ് എന്ന്. ആന്ത്രോപോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ആന്ത്രോപോമോർഫിക്കൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ. മനുഷ്യന്റെ ശരീരഘടന, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ നിലകളിലൊക്കെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ദൈവം ദൈവത്തെ, അല്ലെങ്കിൽ ദൈവവചനം ബൈബിൾ ദൈവത്തെ അവതരിപ്പിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ദൈവത്തിന് കയ്യും കാലും കണ്ണും മുഖവും മൂക്കും ചെവിയും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത്. അതല്ലാതെ ദൈവത്തിന് ഒരു ശരീരമില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അപ്പോ ഇപ്പോഴത്തേത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവസ്വരൂപവും സാദൃശ്യവും ഭൗതിക ശരീരത്തിൻ്റെതല്ലെന്നാണ് നമ്മൾ ആദ്യമേ കണ്ടത്. എന്തെന്നാൽ ദൈവത്തിന് നമ്മുടേതുപോലെ ഒരു ശരീരമില്ല. ഇനി അഥവാ ഒരു ശരീരം ഉണ്ടെങ്കിൽ, ഇല്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും അതാരും കണ്ടിട്ടില്ല, കാണുവാനൊട്ട് കഴിയുകയുമില്ല. ഇനി ആന്ത്രോപോമോർഫിക്കൽ ലാംഗ്വേജ്, ആന്ത്രോപോമോർഫിക്കൽ ലാംഗ്വേജ്. നമ്മളെ കൊച്ചുകുട്ടികളോട് കഥ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നത് പോലെ. ഞങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഈ ഉത്തരേന്ത്യയിലേക്ക് വരുമ്പം, കേരളത്തിൽ നിന്ന് നേരിട്ട് വന്നവരല്ലേ, എന്തെങ്കിലും ഉദാഹരണമൊക്കെ പറയണമെങ്കിൽ കേരളത്തിലെ കാര്യങ്ങളെ അറിയത്തുള്ളൂ. പക്ഷെ അതും ഇവിടുത്തേതും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ വലിയ പണിപ്പാടാണ്. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ തെങ്ങിൻ്റെ കാര്യം പറയും. തെങ്ങ്, ഇത് നിങ്ങൾക്ക് തെങ്ങെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. അപ്പൊ പിന്നെ പന പോലെ ഇരിക്കുമെന്ന് പറയും, ഖജൂർ എന്ന് പറയും. അപ്പം അത് ശരി, അപ്പം ഒറ്റത്തടി ഉള്ളതല്ലേ, ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പം ഏതാണ്ടൊക്കെ അവർക്ക് മനസ്സിലാകുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നത് പോലെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇനിയല്ല, ദൈവം നമ്മെ സൃഷ്ടിച്ച സ്വരൂപവും സാദൃശ്യവും ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വെച്ചാൽ അതെന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അത് യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനായി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു ശരീരം എടുത്തുകൊണ്ടാണ് വന്നത്. യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുന്നുണ്ട്, വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. എബ്രായർ 10:5 നമ്മൾ വായിച്ചു, പുത്രൻ പിതാവിനോട് പറയുന്നു, മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി യാതൊരുവിധ യാഗങ്ങളും അങ്ങ് ആവശ്യപ്പെടുന്നില്ല, പകരം എന്ത് ചെയ്തിരിക്കുകയാണ്? എനിക്ക് വേണ്ടി ഒരു ശരീരം നീ ഒരുക്കിയിരിക്കുകയാണ്. ആ ശരീരത്തിൻ്റെ ഒരുക്കം, ആ ശരീരം എന്ന് പറഞ്ഞാൽ ആരുടെ ശരീരം? യേശുവിൻ്റെ ശരീരം. എപ്പോൾ?
ഭൂമിയിൽ വരുമ്പോൾ. സ്തോത്രം. ഒന്നും കൂടെ 5-ാമത്തെ വാക്യം വായിച്ചോളൂ. എബ്രായർ 10:5. Consequently, when Christ came into the world, he said, "Sacrifices and offerings you have not desired, but a body have you prepared for me." എപ്പോഴാണെന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു? വെൻ ക്രൈസ്റ്റ് കെയിം ടു ദിസ് വേൾഡ്. അവൻ ലോകത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നീ ഒരു ശരീരം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ആ ശരീരം ദൈവം ഒരുക്കിയത് എപ്പോഴാണ്? ആദാമിനെ സൃഷ്ടിക്കുന്നതിനും മുമ്പ്. ആദാമിനെ ഏത് രൂപത്തിലാണ് സൃഷ്ടിച്ചത്? വരുവാനുള്ളവന്റെ പ്രതിരൂപമായിട്ട്. അതാണ് നമ്മൾ റോമർ 5:14 വായിച്ചത്. വരുവാനുള്ളവന്റെ പ്രതിരൂപമായി. അപ്പോൾ എബ്രായർ 10:5 റോമർ 5:14 നാം ഒരുമിച്ച് ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കുന്നതാണ്, ആദാമിൻ്റെ സൃഷ്ടിക്ക് മുമ്പേ തന്നെ മനുഷ്യൻ പാപത്തിൽ വീഴുമെന്നും വേറെ യാതൊരു മാർഗവും അവനെ വീണ്ടെടുക്കുവാൻ ഇല്ല എന്നും അറിഞ്ഞ സർവജ്ഞാനിയായ ദൈവം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ ലോകത്തിലേക്ക് വരുമ്പോൾ പഞ്ചഭൗതിക ലോകത്തിലേക്കാണ് വരുന്നത്. When Christ was to come, he had to come to this world, this material world. വെള്ളവും വായുവും സ്ഥലവും തുടങ്ങിയുള്ള ഈ പഞ്ചഭൗതികമായ ലോകത്തിലേക്ക്. അപ്പോൾ യേശുവിനും എന്ത് തന്നെ വേണം? ഒരു പഞ്ചഭൗതിക ശരീരം തന്നെ വേണം. ആ ശരീരത്തിൻ്റെ രൂപകൽപ്പന ദൈവം ആദാമ്യ സൃഷ്ടിക്ക് മുമ്പേ നടത്തി. എന്നിട്ട് ആ രൂപത്തിലാണ് ദൈവം മനുഷ്യനെ, ആദാമിനെ സൃഷ്ടിക്കുന്നത്. എന്ന് വെച്ചാൽ യേശു ആദാമ്യവർഗത്തിൻ്റെ രൂപത്തിൽ വന്നു എന്ന് പറയുന്നതിനേക്കാൾ ശരിയായിട്ടുള്ളത് റോമർ 5:14 വെച്ചുകൊണ്ട് ആദാം യേശുക്രിസ്തുവിൻ്റെ എടുക്കാനിരിക്കുന്ന ശരീരത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും. അതായത് ആദാമിൻ്റെ ശരീരമാണോ ദൈവം ആദ്യം പ്ലാൻ ചെയ്തത്, പദ്ധതി ഇട്ടത്, അതോ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണോ? യേശുവിൻ്റെ ശരീരം. അപ്പോൾ ആ ശരീരത്തിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ രൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചു. അത് വേണമെങ്കിൽ നമുക്ക് പറയാം ദൈവസ്വരൂപം ഭൗതിക തലത്തിൽ ഇതാണെന്ന്. അതുകൊണ്ടാ നമ്മുടെ വീണ്ടെടുപ്പ് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നടത്തി എന്ന് പറയുന്നത്. എമ്മി ചെറിയാൻ സാറൊക്കെ പാടിയ പാട്ടുകൾ, തിരുക്കരങ്ങൾ നിരത്തിവെച്ചു താരകങ്ങൾ ഗഗനെ, ആകാശത്തിൽ തിരുക്കരങ്ങൾ നക്ഷത്രങ്ങളെ വാരി വിതറി, ഒരുക്കിയവൻ നമുക്ക് രക്ഷാമാർഗം അതിനും മുമ്പേ. സ്തോത്രം. നമുക്ക് വേണ്ടി രക്ഷാമാർഗം അതിനു മുമ്പേ ദൈവം ഒരുക്കി. അപ്പൊ യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ പിറന്ന് അല്ലെങ്കിൽ ഉരുവായി ഭൂമിയിൽ ജനിച്ചു വീണ് വളർന്ന് ക്രൂശിൽ
മരിക്കുന്ന അല്ലെങ്കിൽ മരിക്കാൻ കഴിയുന്ന ഒരു ശരീരത്തിൻ്റെ എല്ലാ പദ്ധതികളും ദൈവം അനാദിയിൽ തന്നെ ഒരുക്കി വെച്ചു. ആ ശരീരത്തിൻ്റെ പ്രതിരൂപമായും പ്രതിബിംബമായും അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ രൂപത്തിൽ ആദാമിനെ സൃഷ്ടി ചെയ്തു. സ്തോത്രം. ആദാമിനെ സൃഷ്ടി ചെയ്തു. അതാണ് ദൈവസ്വരൂപത്തിൻ്റെ ഭൗതികമായ തലം, ദൈവസാദൃശ്യത്തിൻ്റെ ഭൗതികമായ തലം. ബാക്കിയുള്ളതൊന്നും ഭൗതിക തലത്തിൽ പെടുന്നതല്ല. വ്യക്തമായി കാണുമോ? സ്തോത്രം. ഇല്ലെങ്കിൽ ദൈവം വെച്ചാൽ നമുക്ക് നാളെ ഒന്നും കൂടെ പറയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്ല, സമയമുണ്ടല്ലോ. സമയമുണ്ടല്ലോ. 9:30 വരെ അല്ലേ? ഓക്കെ. സ്തോത്രം. എനിക്ക് സമയം തെറ്റിപ്പോയി. ഇനിയുമുണ്ടോ ആർക്കെങ്കിലും സംശയം? എങ്കിൽ കാരണം ഇത് മനസ്സിലാകാതെ പോകരുത്, കൺഫ്യൂഷൻ കിടക്കരുത് എന്നതുകൊണ്ട്. പാസ്റ്റർ, ഒരു സംശയം. ആദമിനെ ദൈവം ഉണ്ടാക്കിയത് പൊടിയിൽ നിന്നാണല്ലോ. അപ്പോൾ ആ ശരീരത്തിനും ഈ പറഞ്ഞ യേശുവിൻ്റെ ശരീരത്തിനും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം? അതായത് ആദമിനെ ഉണ്ടാക്കിയത് പൊടിയിൽ നിന്നാണ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞത് അതിന് മുന്നമേ യേശുവിൻ്റെ ശരീരം ഒരുക്കി എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ഒരുക്കി എന്ന് പറഞ്ഞത് ഡിസൈൻ ചെയ്തു എന്നർത്ഥമാണ്. ആ ബന്ധമാണ് അതേ ശരീരത്തിൻ്റെ രൂപസാദൃശ്യത്തിലാണ് മനുഷ്യനെ, ആദമിനെ ദൈവം സൃഷ്ടിച്ചത്. എന്നിട്ട് ആദാമ്യ വർഗത്തിൽ തന്നെയാണ് യേശു ജനിച്ചതും. ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്ന അതേ രീതിയിൽ, ഒറ്റ വ്യത്യാസം മാത്രം, സ്ത്രീ പുരുഷ ബന്ധത്താലല്ല എന്ന വ്യത്യാസം മാത്രം. മറ്റെല്ലാ അർത്ഥത്തിലും യേശു ഒരു ഭ്രൂണമായി മറിയയുടെ ഉദരത്തിൽ വന്ന് വളർന്നു. ഒരു സാധാരണ മനുഷ്യക്കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളരുന്നത് പോലെ തന്നെ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് മരിക്കാൻ കഴിയുന്ന ശരീരത്തിൽ വെളിപ്പെടാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ യേശുവിന് മരിക്കാൻ കഴിയത്തില്ല. യേശുവിന് മരിക്കുന്നതിന് വേണ്ടി തന്നെ, നമുക്ക് വേണ്ടി യാഗമാകാൻ, നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത മരണം വരിക്കാൻ, നമുക്ക് വേണ്ടി മറുവിലയാകാൻ ആയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു മരിക്കാൻ കഴിയുന്ന മർത്യ ശരീരം യേശു സ്വീകരിച്ചത്. അപ്പം അതാണ് ആ ശരീരങ്ങൾ തമ്മിലുള്ള ബന്ധം. ദൈവം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ ആദാമിൻ്റെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ രൂപകൽപ്പന ചെയ്തു വെച്ചിരുന്നു, ഡിസൈൻ ചെയ്തു വെച്ചിരുന്നു. എന്നാൽ യേശു ആ ശരീരം സ്വീകരിക്കുന്നത് മറിയയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മാത്രം, അതിനു മുമ്പില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ വായിച്ചതുപോലെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ യേശുക്രിസ്തു വന്നു. യേശുവും ഒരു പ്രകൃതിയാവുള്ള പ്രാകൃത ശരീരം സ്വീകരിച്ചു. ആ രണ്ടിൻ്റെയും കൂടെ ബന്ധം അതാണ്. ആദാമിനെ പൊടിയിൽ നിന്നും സൃഷ്ടിച്ചിട്ട് അതേ മനുഷ്യന്റെ മർത്യമായ അവസ്ഥയിലാണ് യേശുക്രിസ്തു വന്നത്.
അതുകൊണ്ടാണ് പ്രായപൂർത്തിയായ ഒരു ആദാമനെ സൃഷ്ടിച്ചതുപോലെ യേശു ഭൂമിയിൽ വരാതിരുന്നത്. യേശുവിനൊരു ഗർഭകാലം, ജനനകാലം, ശൈശവാവസ്ഥ, ബാല്യാവസ്ഥ, യൗവനാവസ്ഥ, ഒരു മനുഷ്യ ശിശു ആദാമിൻ്റെ തലമുറയിൽപ്പെട്ട ഒരാൾ ജനിച്ചു വളരുന്നത് പോലെ തന്നെ യേശു ജനിച്ചു വളർന്നു. അതാണ് അവ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. ആദാമ്യവർഗത്തിന് പുറത്തായിരുന്നു യേശു ജനിച്ചതെങ്കിൽ യേശുവിന് നമ്മളെ വീണ്ടെടുക്കാൻ കഴിയത്തില്ലായിരുന്നു. വീണ്ടെടുപ്പിൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ നിന്നും. അതുകൊണ്ടാണ് യേശുക്രിസ്തു വീണുപോയ മനുഷ്യൻ്റെ അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോയ മനുഷ്യൻ്റെ ചാർച്ചക്കാരനായിട്ട്, ബന്ധുവായിട്ട് ലോകത്തിൽ ജഡമെടുത്തു വന്നത്. അപ്പോൾ ആദാമിൻ്റെ അതേ വർഗത്തിൽ തന്നെ ജനിച്ചു. തമ്മിലുള്ള ബന്ധം അതാ. സ്തോത്രം. മറ്റൊരു ചോദ്യം, so what exactly did Moses see? Just a glory. Just a glory. Not the person of God. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇപ്പോൾ മോശ അങ്ങനെയാണെങ്കിൽ, അതായത് പുറപ്പാട് 34-ാമത്തെ അധ്യായത്തിൽ അവിടെയാണല്ലോ ദൈവം പറയുന്നത്, നീ പണ്ടത്തെ പോലെ കൽപ്പലകകൾ ചെത്തി ഒരുക്കി കയറി വരിക പർവ്വതത്തിൽ, ഞാൻ എൻ്റെ മഹത്വമൊക്കെ നിന്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമാറാക്കും. I will let my glory pass through before you. സ്തോത്രം. ദൈവം it is a radiance to see. ഒരു തേജസ്. സ്തോത്രം. അതാണ് കർത്താവ് അവിടെ പറയുന്നത്. എൻ്റെ പിൻഭാഗം നീ കാണും എന്ന് 33 ലാസ്റ്റ് വേഴ്സിൽ നമ്മൾ കാണുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആളത്വത്തെ, of course God is a person and therefore there is a personality in him. That is a spiritual personality which is invisible for people or human beings living in this physical, mortal, limited body. We cannot behold him and still live after beholding him in his original glorious personality. ദൈവം ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവത്തിനൊരു വ്യക്തിത്വം, ഒരു ആളത്വമുണ്ട്. ആ ആളത്വം ആത്മരൂപമാണ്. ആ ആത്മരൂപത്തിലുള്ള ദൈവത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. കാരണം ദ്രവത്വമുള്ള മർത്യമായ ശരീരത്തിൽ ആ ദൈവത്തെ കണ്ടിട്ട് ജീവിച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യന് കാണാൻ സാധിക്കുന്നത്ര ഒരു ചെറിയ തേജസ് മാത്രം. ഫോർ എക്സാമ്പിൾ,
ഇൻ ആക്ട്സ് ചാപ്റ്റർ 9, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ പോൾ സോ ജീസസ്. പൗലോസ് യേശുവിനെ കണ്ടു ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച്. പക്ഷെ എങ്ങനെയാ കണ്ടത്? ഒരു തേജസ്, ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. യാ, ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. പക്ഷെ ആ വെളിച്ചത്തിൽ പൗലോസിന്റെ കണ്ണ് ഫ്യൂസായിപ്പോയി, അടിച്ചുപോയി. പലപ്പോഴും ഞാൻ നമ്മുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, റിപ്പയർ ചെയ്യാൻ ഒക്കാത്തതുപോലെ പൗലോസിന്റെ ലെൻസ് കേടായിപ്പോയി. ദൈവം പോലും അത് റിപ്പയർ ചെയ്തില്ല, റീപ്ലേസ് ചെയ്തേതു എന്നാണ് നമ്മൾ കാണുന്നത്. കാരണം അനന്യാസ് പ്രാർത്ഥിക്കുമ്പോൾ ചെതുമ്പൽ പോലെ ഏതാണ്ട് അവൻ്റെ കണ്ണിൽ നിന്ന് വീണു എന്ന്. ആ ചെതുമ്പൽ, ആ ഒരു ചെറിയ സ്കെയിൽ പോലത്തെ സാധനത്തെ ഞാൻ ഉപദേശമായിട്ടൊന്നും സ്വീകരിക്കേണ്ട, ഞാൻ എൻ്റെ ചിന്തയിൽ മനസ്സിലാക്കുന്നത് അത് അവൻ്റെ അടിച്ചുപോയ ലെൻസ് മാറ്റി വെച്ചതായിട്ടാണ്. നിങ്ങൾ വിശ്വസിക്കണം നിർബന്ധമില്ല, പക്ഷേ ഒന്നുകൂടെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാൻ അങ്ങനെ പറയുക. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ പൗലോസ് കണ്ടു എന്ന് പറയുന്നത് ഒരു വലിയ വെളിച്ചം, സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം. ആ തേജസ്, ആ മഹത്വം. മോശ അതേ കണ്ടുള്ളൂ, പക്ഷെ ദൈവത്തെ നേരിട്ട് ആ മഹത്വത്തെ പൂർണ്ണ ആളത്വത്തിൽ കാണാനാ മോശ ആഗ്രഹിച്ചത്. പക്ഷെ അതിന് സാധിച്ചില്ല, സാധിക്കത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ അതേ രൂപത്തിൽ നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ നമ്മളും ദൈവത്തെ പോലെ ആകണം. ആ സാധ്യതയാണ് നമുക്ക് യേശുക്രിസ്തുവിൽ കൂടെ ഉള്ളത്. 1 യോഹന്നാൻ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. This is the answer for this question. 1 John 3:2. And we can behold God in eternity because we will be made like him. നമ്മൾ കർത്താവിനോട് സദൃശന്മാരായി തീരുന്നത് കൊണ്ട് നമുക്ക് നിത്യതയിൽ ദൈവത്തെ ദൈവമായിരിക്കുന്ന അളവിൽ കാണാം. സ്തോത്രം. ഇന്നത് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ഈ 2 കാര്യങ്ങൾ നമ്മൾ കർത്താവിനെ താൻ ഇരിക്കും പോലെ കാണുകയായിരിക്കുമോ ആദ്യം, അതോ നമ്മൾ കർത്താവിനെ പോലെ ആകുകയായിരിക്കുമോ ആദ്യം എന്ന്? ഓർമ്മയുണ്ടായിരിക്കുമല്ലോ നമ്മൾ ആ ചോദ്യം ചോദിച്ചത്. ഇതിലേതായിരിക്കും ആദ്യം? നമ്മളെ കർത്താവ് ആദ്യ രൂപാന്തരം പ്രാപിക്കും. യെസ്, ഓഫ് കോഴ്സ്. സ്തോത്രം. ആദ്യം നമ്മൾ രൂപാന്തരം പ്രാപിക്കും, കർത്താവിനോട് അനുരൂപരാകും, എന്നിട്ടേ നമുക്ക് കർത്താവിനെ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടെയും നമ്മൾ ഫ്യൂസായി പോകും. സ്തോത്രം. അത്രയ്ക്കും അടുത്തുകൂടാത്ത, അൺഅപ്രോച്ചബിൾ ലൈറ്റ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ആ ദൈവം കൂരിരുട്ടിൽ വസിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നത്. കൂരിരുട്ടിൽ ദൈവം വസിക്കുക എന്ന് പറയുമ്പോൾ സൃഷ്ടികളിൽ നിന്നും അകന്നു കഴിയുന്നു എന്നർത്ഥമാണ്. വെളിച്ചമായ ദൈവത്തിന് കൂരിരുട്ടിൽ മറഞ്ഞിരിക്കാൻ കഴിയില്ലല്ലോ.
ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ദൈവം തൻ്റെ സിംഹാസനം വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ഇതേ അർത്ഥത്തിലാണ്. സൃഷ്ടികളിൽ നിന്നും, പരിമിതരായ സൃഷ്ടികളിൽ നിന്നും അപരിമിതനായ ദൈവം അകന്നു കഴിയുന്നു. അക്ഷരാർത്ഥത്തിൽ കർത്താവിനോടൊത്തുള്ള ആ കൂടിക്കാഴ്ച നമ്മൾ കർത്താവിനോട് അനുരൂപരായ ശേഷമേ സാധിക്കുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സ്തോത്രം. എൻ്റെ ചിന്തയിൽ ചോദ്യങ്ങളെല്ലാം ആയി എന്ന് കരുതുന്നു. സ്തോത്രം. മറ്റെന്തെങ്കിലും ഈ വിഷയത്തിൽ ആരുടെയെങ്കിലും ചോദ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചോദിച്ചോളൂ. പ്രൈസ് ഗോഡ്. ശരി, എങ്കിൽ നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകുന്നു. ദൈവസ്വരൂപം, ദൈവസാദൃശ്യം. ഒന്നാമത് നമ്മൾ കണ്ടു അതെന്തല്ല. അത് ഭൗതികം അല്ല, അല്ലെങ്കിൽ ഭൗമ ശരീരത്തിൻ്റെ ആകൃതിയോ ഒന്നും അല്ല. കാരണം ദൈവമാത്മാവാണ്. രണ്ടാമത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്, ഇനി ഭൗതികമാണ്, ശാരീരികമാണ് ദൈവസ്വരൂപമെന്ന് വെച്ചാൽ അതെന്തായിരിക്കാം? അതിൽ നമ്മൾ കണ്ടു, യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനായി ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവം യേശുക്രിസ്തുവിന് വേണ്ടി ഒരുക്കിയിരുന്ന ശരീരത്തിൻ്റെ അതേ ആകാരം, അതേ അവസ്ഥ. അതിനാണ് നമ്മൾ എബ്രായർ 10:5 റോമർ 5:14 കണ്ടത്. ഇനി മൂന്നാമത്തേത്, യഥാർത്ഥത്തിൽ എന്താണ് ദൈവസ്വരൂപവും ദൈവസാദൃശ്യവും? സ്തോത്രം. യഥാർത്ഥത്തിൽ ദൈവസ്വരൂപവും ദൈവസാദൃശ്യവും എന്ത്? വിശദീകരണം കുറച്ചും കൂടെ ഒരുപക്ഷെ നാളെ പറ്റുള്ളായിരിക്കും. എങ്കിലും ഇപ്പോൾ അത് ഒന്ന് തൊട്ടുവിടാം. ദൈവസ്വരൂപവും സാദൃശ്യവും എന്നത് ആത്മീയവും സാൻമാർഗികവും ആയിട്ടുള്ളതാണ്. It is something spiritual and moral. Spiritual and moral resemblance. Spiritual, moral and functional resemblance between God and man. ഈ സാദൃശ്യമെന്നും സ്വരൂപമെന്നും പറയുന്നത്, അത് പല അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിൽ. നമ്മൾ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ ഒരു വിഷയത്തിൻ്റെ പഠനമല്ല നമ്മൾ നടത്തുന്നത്. ദൈവസ്വരൂപം മനുഷ്യനിൽ എന്നത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അവിടെ നമ്മൾ കാണുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ദൈവ സ്വരൂപം അല്ലെങ്കിൽ സാദൃശ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ പ്രകൃതത്തെയും ദൈവത്തിൻ്റെ പ്രവർത്തികളെയും മനുഷ്യൻ പ്രതിബിംബിക്കുന്നതാണ്. റിസംബ്ലിംഗ് God's
function, character or nature, and also especially morality. It is representational. പ്രാതിനിധ്യ സ്വഭാവമാണ് അതുകൊണ്ട് കൂടുതലും അർത്ഥമാക്കുന്നത്. പ്രാതിനിധ്യമായ സ്വഭാവം. നമ്മൾ ഏതാണ്ട് ഇതേ കാര്യം എബ്രായർ 2:5 തൊട്ട് 8 വരെയുള്ള, പ്രത്യേകിച്ച് അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ പറയുകയുണ്ടായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്രഷ്ടാവായ ദൈവത്തെ സൃഷ്ടികളുടെ മുമ്പിൽ പ്രതിബിംബിക്കാൻ വേണ്ടിയായിരുന്നു. So God had made man to represent and resemble the Creator before the creation, and exercise the authority of the Creator over the created world. ദൈവം, സ്രഷ്ടാവായ ദൈവത്തിൻ്റെ പ്രതിനിധിയായി സൃഷ്ടികളുടെ മേൽ കർത്തൃത്വം നടത്തുക എന്ന ദൈവിക ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണം, അതായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. അതിനുള്ള എല്ലാവിധമായ കഴിവുകളോടും കൂടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ചില ആന്തരികമായ, മൗലികമായ, സ്വഭാവപരമായ, പ്രവൃത്തിപരമായ ഗുണഗണങ്ങളാണ് ഈ സ്വരൂപവും സാദൃശ്യവും. വ്യക്തമാണോ? സ്തോത്രം. അതായത് ദൈവം, നമുക്ക് സൃഷ്ടിയുടെ തുടക്കം മുതലേ കാണാം, അലസനായ, ഉഴപ്പനായൊരു ദൈവമല്ല. പ്രവർത്തന നിരതനായൊരു ദൈവം. An active God, very much engaged in creation. സൃഷ്ടികർമ്മത്തിൽ വളരെയധികം സജീവനായിരുന്ന ഒരു ദൈവം. ആ പ്രവർത്തനക്ഷമനായ ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യനിലും പ്രവർത്തന നിരതയ്ക്കുള്ള പ്രാപ്തി വെച്ചു. അതുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ട് പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദമനോട് പറഞ്ഞത്, തോട്ടത്തിൽ എന്തിനു വേണ്ടിയാക്കി? തോട്ടം കാക്കാനും വേല ചെയ്യുവാനും. കാപ്പാനും വേല ചെയ്യുവാനും. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് നാളെ എത്താം. ഇത് ശാരീരികമല്ല എന്നതിന് ഒരു തെളിവും കൂടെ തന്നിട്ട് നമുക്ക് ആ ഭാഗം വിടാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പ്രതിബിംബമായിട്ടാണ്, ഇമേജായിട്ടാണ് വന്നത്. നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളത് പോലെ കൊലോസ്യർ 1:15, വേറെ വാക്യങ്ങളുണ്ട്. കൊലോഷ്യൻസ് 1:15, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ
The Son is the image of the invisible God. The The firstborn. image, yeah, the image of the invisible God. യേശു, ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെയാണ് ഇവിടെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിബിംബം എന്ന് വിളിക്കുന്നത്. The visible Christ in a mortal body, in the very body of the likeness of our sinful body. Here it is declared that he is the very image of the invisible God. Is that image physical? Never. ഇവിടെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ മർത്യമായ ശരീരത്തിൽ വെളിപ്പെട്ട യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിബിംബമാണ്. അത് ശാരീരികമാണോ? അല്ല, ശാരീരികമല്ല. ദാറ്റ് ഇമേജ്, ആ പ്രതിബിംബം ശാരീരികമല്ല. ഇതുപോലെ ദൈവം നമ്മെ സൃഷ്ടിച്ച സ്വരൂപവും സാദൃശ്യവും ശാരീരികം എന്നതിനേക്കാൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതിയിൽ ഗ്രഹിക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ് കൂടുതൽ യുക്തമായിട്ടുള്ളത്. സ്തോത്രം. അതിൻ്റെ അല്പം കൂടെ വിശദീകരണം കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെയാകാം. ഏതായാലും സ്തോത്രം, നാളെ നമ്മുടെ പതിവ് സമയത്ത് തന്നെ 8:30-ക്കായിരിക്കും. നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുക്കാൻ നമ്മെപ്പോലെയുള്ള ഒരു മർത്യ ശരീരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. എന്നാൽ ദൈവത്തിന് നമ്മോട് തോന്നിയ സ്നേഹത്തിൻ്റെ ആധിക്യമാണ് നമ്മുടെ സൃഷ്ടിക്കും മുമ്പ് തന്നെ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തിയത്. ആ അനാദി നിർണയത്തിനായിട്ട് സ്തോത്രം, ആ തിരഞ്ഞെടുപ്പിനായിട്ട് സ്തോത്രം. പൂർണ്ണമായും നമുക്ക് ആ ദൈവത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ട് ആ ദൈവം നമ്മിൽ ആഗ്രഹിച്ച ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പൂർണ്ണമായും സമർപ്പിക്കാം. ക്രിസ്തുവിനോട് അനുരൂപരായി തീർന്ന് നമ്മുടെ ദൈവത്തെ തനിരിക്കും പോലെ തന്നെ കണ്ട് നിത്യത മുഴുവനും അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് അന്തമില്ലാ യുഗം കർത്താവിനോട് കൂടെ വാഴുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.